ഇന്ത്യൻ റീറ്റെയിൽ രംഗത്ത് ഒരു കാലത്ത് വിപ്ലവം സൃഷ്ടിച്ച പേരായിരുന്നു ബിഗ് ബസാർ. സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാക്കി. വലിയ സ്റ്റോറുകളിലൂടെ ഒരു പുതിയ ഷോപ്പിംഗ് അനുഭവം നൽകി. അങ്ങനെ ബിഗ് ബസാർ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ ബിഗ് ബസാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയും ഒടുവിൽ അടച്ചുപൂട്ടലിലേക്ക് എത്തുകയും ചെയ്തു. എന്താണ് ബിഗ് ബസാറിന് സംഭവിച്ചത്? വിവിധ വാർത്താ റിപ്പോർട്ടുകളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നമ്മൾക്കിതിനെക്കുറിച്ച് സംസാരിക്കാം. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗ് ബസാറിന്റെ കഥ ആരംഭിക്കുന്നത് കിഷോർ ബിയാനി എന്ന സംരംഭകനിലാണ്. 1980കളിൽ പാൻഡലൂൺസ് എന്ന വസ്ത്രവ്യാപാര ശൃംഖലയിലൂടെയാണ് അദ്ദേഹം റീറ്റെയിൽ രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് 2001 ജനുവരി 26-ന് മുംബൈയിൽ ആദ്യത്തെ ബിഗ് ബസാർ സ്റ്റോർ തുറന്നതോടെയാണ് ഇന്ത്യൻ റീറ്റെയിൽ രംഗത്ത് ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നത്. വലിയ സ്റ്റോറുകൾ, വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, ആകർഷകമായ ഓഫറുകൾ എന്നിവയിലൂടെ ബിഗ് ബസാർ അതിവേഗം ശ്രദ്ധ നേടി. സബ്സെ സസ്താദിൻ, ഏറ്റവും വില കുറഞ്ഞ ദിവസം, ഇതുപോലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപഭോക്താക്കളെ വലിയ തോതിൽ ആകർഷിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബിഗ് ബസാർ അതിവേഗം വളർന്നു. ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന പേരിലാണ് കിഷോർ ബിയാനിയുടെ കീഴിലുള്ള ഈ റീറ്റെയിൽ സാമ്രാജ്യം അറിയപ്പെട്ടത്. ബിഗ് ബസാർ കൂടാതെ ഫാഷൻ ബസാർ, ഈസി ഡേ, ഹെറിറ്റേജ് ഫ്രഷ് തുടങ്ങിയ നിരവധി റീറ്റെയിൽ ഫോർമാറ്റുകളും ഫ്യൂച്ചർ ഗ്രൂപ്പിന് കീഴിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അതിവേഗ വളർച്ചയ്ക്ക് പിന്നിൽ വലിയ സാമ്പത്തിക ബാധ്യതകളും ഉണ്ടായിരുന്നു. ബിസിനസ് വികസിപ്പിക്കുന്നതിനും പുതിയ സ്റ്റോറുകൾ തുറക്കുന്നതിനും ഫ്യൂച്ചർ ഗ്രൂപ്പ് വലിയ തോതിൽ വായ്പകൾ എടുത്തിരുന്നു. 1000 കോടി രൂപയിൽ തുടങ്ങിയ കടബാധ്യത 2012 ആയപ്പോഴേക്കും 12,000 കോടി രൂപയായി ഉയർന്നു. 2019 ആയപ്പോഴേക്കും ഇത് 12,800 കോടി രൂപയായി വർദ്ധിച്ചു. അതിവേഗത്തിലുള്ള വികാസം ലാഭത്തിന്റെ മാർജിൻ കുറച്ചു. ഉയർന്ന വാടക ചെലവുകൾ മറ്റൊരു പ്രധാന പ്രശ്നമായിരുന്നു. ഏകദേശം 1,500 കോടി രൂപയോളമാണ് വാടക ഇനത്തിൽ മാത്രം പ്രതിവർഷം ചെലവഴിച്ചിരുന്നത്. ഇത് മൊത്തം വിൽപ്പനയുടെ 7.4% വരുമായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോൾ കടം വീട്ടുന്നതിനായി കിഷോർ ബിയാനിക്ക് തന്റെ ചില ബിസിനസ്സുകൾ വിൽക്കേണ്ടതായി വന്നു. 2012-ൽ പാൻഡലൂൺസ് 1,600 കോടി രൂപയ്ക്ക് അദ്ദേഹം ആദിത്യ ബിർള ഗ്രൂപ്പിന് വിറ്റു. എന്നിട്ടും കടബാധ്യത ഒരു വലിയ വെല്ലുവിളിയായി തുടർന്നു. 2020-ൽ ലോകമെമ്പാടും COVID-19 മഹാമാരി പടർന്നു പിടിച്ചതോടെ ബിഗ് ബസാർ ഉൾപ്പെടെയുള്ള ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ ബിസിനസ് വലിയ പ്രതിസന്ധിയിലായി. ബിഗ് ബസാറിന്റെ വരുമാനത്തിന്റെ 85% ഫിസിക്കൽ സ്റ്റോറുകളിൽ നിന്നായിരുന്നു. ലോക്ക്ഡൌൺ കാരണം കടകൾ അടച്ചിടേണ്ടി വന്നതും ആളുകൾ പുറത്തിറങ്ങാതെയായതും സ്റ്റോറുകളിലെ ആളുകളുടെ വരവ് ഗണ്യമായി കുറച്ചു. ഇതോടെ വരുമാനം ഇല്ലാതാവുകയും പണത്തിന്റെ ഒഴുക്ക് നിലയ്ക്കുകയും ചെയ്തു. വാടക നൽകാനും ജീവനക്കാർക്ക് ശമ്പളം നൽകാനും സാധനങ്ങൾക്ക് പണം നൽകാനും ഫ്യൂച്ചർ ഗ്രൂപ്പ് ബുദ്ധിമുട്ടി. വാടക കുറയ്ക്കുന്നതിനും മറ്റ് ഇളവുകൾക്കുമായി 1,700 സ്റ്റോറുകളുടെ ഉടമകളുമായി ചർച്ച നടത്തിയെങ്കിലും പൂർണ്ണമായും വിജയിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ഫ്യൂച്ചർ ഗ്രൂപ്പ് തങ്ങളുടെ റീറ്റെയിൽ മൊത്ത വ്യാപാരം, ലോജിസ്റ്റിക്സ്, വെയർഹൌസിംഗ് ബിസിനസ്സുകൾ റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ലിമിറ്റഡിന് വിൽക്കാൻ തീരുമാനിക്കുന്നത്. 24,713 കോടി രൂപയുടെ വലിയ ഇടപാടായിരുന്നു അത്. ഈ കരാറിലൂടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാമെന്ന് കിഷോർ ബിയാനിയും ഫ്യൂച്ചർ ഗ്രൂപ്പും കണക്കുകൂട്ടി. 2020 ഓഗസ്റ്റിലാണ് ഈ കരാർ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഈ ഇടപാടിനെതിരെ ആമസോൺ രംഗത്തെത്തി. 2019-ൽ ആമസോൺ ഫ്യൂച്ചർ കൂപ്പൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ പ്രൊമോട്ടർ കമ്പനിയിൽ 1,500 കോടി രൂപ നിക്ഷേപിച്ച് 49% ഓഹരി വാങ്ങിയിരുന്നു. ഈ നിക്ഷേപം നടത്തുമ്പോൾ ഉണ്ടാക്കിയ കരാർ പ്രകാരം ഫ്യൂച്ചർ ഗ്രൂപ്പിന് തങ്ങളുടെ റീറ്റെയിൽ ആസ്തികൾ റിലയൻസ് പോലുള്ള വലിയ കമ്പനികൾക്ക് വിൽക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ആമസോണിന്റെ വാദം. റിലയൻസുമായുള്ള ഇടപാട് ഈ കരാറിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ആമസോൺ നിയമപരമായി നീങ്ങി. സിംഗപ്പൂർ ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെന്ററിലാണ് ആമസോൺ ആദ്യം കേസ് ഫയൽ ചെയ്തത്. SIAC റിലയൻസ് ഫ്യൂച്ചർ ഇടപാട് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ വിവിധ കോടതികളിലും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നിവിടങ്ങളിലും നിയമ പോരാട്ടങ്ങൾ നടന്നു. ഈ നിയമയുദ്ധം റിലയൻസ് ഫ്യൂച്ചർ ഇടപാട് പൂർത്തിയാകുന്നതിന് വലിയ തടസ്സമുണ്ടാക്കി. നിയമ പോരാട്ടങ്ങൾ തുടരുന്നതിനിടയിൽ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളായി. കടം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. ഈ സാഹചര്യത്തിൽ 2022 ഫെബ്രുവരിയിൽ ഫ്യൂച്ചർ ഗ്രൂപ്പ് വാടക നൽകാതിരുന്നതിനെ തുടർന്ന് റിലയൻസ് റീറ്റെയിൽ ഏകദേശം 350 തൊട്ട് 600 ബിഗ് ബസാർ സ്റ്റോറുകളുടെ പ്രവർത്തനം ഏറ്റെടുത്തു. പിന്നീട് 2022-ൽ വാടക കുടിശ്ശികയെ തുടർന്ന് 200-ലധികം സ്റ്റോറുകൾ കൂടി റിലയൻസ് ഏറ്റെടുത്തു. ഇതിൽ 342 വലിയ ഫോർമാറ്റ് സ്റ്റോറുകളും, അതായത് ബിഗ് ബസാർ, ഫാഷൻ ബസാർ തുടങ്ങിയവ, പിന്നെ 493 ചെറിയ ഔട്ട്ലെറ്റുകൾ, ഈസി ഡേ, ഹെറിറ്റേജ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഈ സ്റ്റോറുകളിലെ ജീവനക്കാർക്ക് റിലയൻസ് ജോലി വാഗ്ദാനം ചെയ്തു. റിലയൻസുമായുള്ള ഇടപാട് പൂർത്തിയാക്കാൻ ഫ്യൂച്ചർ ഗ്രൂപ്പ് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇടപാടിന് അംഗീകാരം നേടുന്നതിനായി ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ വിവിധ കമ്പനികളുടെ ഷെയർ ഹോൾഡർമാരുടെയും കടക്കാരെയും യോഗങ്ങൾ വിളിച്ചു ചേർത്തു. എന്നാൽ 2022 ഏപ്രിലിൽ നടന്ന വോട്ടെടുപ്പിൽ ഫ്യൂച്ചർ റീറ്റെയിൽ ലിമിറ്റഡിന്റെ സെക്യൂർഡ് ക്രെഡിറ്റർമാർ, പ്രധാനമായും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും, റിലയൻസുമായുള്ള ഇടപാടിനെതിരെ വോട്ട് ചെയ്തു. നിർബന്ധിതമായ 75% അംഗീകാരം നേടാൻ സാധിക്കാതെ വന്നതോടെ 24,713 കോടി രൂപയുടെ റിലയൻസ് ഫ്യൂച്ചർ ഇടപാട് റിലയൻസ് റദ്ദാക്കി. ഇടപാട് റദ്ദാക്കിയതും നിയമ പോരാട്ടങ്ങളും ഫ്യൂച്ചർ ഗ്രൂപ്പിന് വലിയ തിരിച്ചടിയായി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള പ്രധാന വഴി അടഞ്ഞു. കടബാധ്യത വർദ്ധിക്കുകയും സ്റ്റോറുകൾ അടച്ചുപൂട്ടുകയും ചെയ്തതോടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയായി. തുടർന്ന് ഫ്യൂച്ചർ റീറ്റെയിൽ ലിമിറ്റഡിനെതിരെ പാപ്പരത്തു നടപടികൾ ആരംഭിച്ചു.
കമ്പനിയുടെ റെസൊല്യൂഷൻ പ്രൊഫഷണലായ വിജയ് കുമാർ വി അയ്യർ കമ്പനിയെ ലിക്വിഡേഷന് വിടണമെന്നാവശ്യപ്പെട്ട് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിനെ സമീപിച്ചു. കമ്പനിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു സാധ്യതയും നിലവിലില്ലെന്ന് അദ്ദേഹം NCLT-യെ അറിയിച്ചു. 2024 ജൂലൈയിൽ NCLT മുംബൈ ബെഞ്ച് ഫ്യൂച്ചർ റീറ്റെയിൽ ലിമിറ്റഡിനെ ലിക്വിഡേഷനിലേക്ക് വിടാൻ ഉത്തരവിട്ടു. കമ്പനിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് CIRB കാലാവധി അവസാനിച്ചിട്ടും ഒരു റെസൊല്യൂഷൻ പ്ലാനും അംഗീകരിക്കപ്പെട്ടില്ലെന്ന് NCLT നിരീക്ഷിച്ചു. 28,452 കോടി രൂപയുടെ മൊത്തം ബാധ്യതയാണ് ഫ്യൂച്ചർ റീറ്റെയിൽ ലിമിറ്റഡിന് ഉണ്ടായിരുന്നത്. ഇതിൽ 14,422 കോടി രൂപ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട കടമായിരുന്നു. കമ്പനിയുടെ ആസ്തികൾ വിറ്റ് കടം വീട്ടുന്നതിനായി സഞ്ജയ് ഗുപ്തയെ ലിക്വിഡേറ്ററായി NCLT നിയമിച്ചു. ഇതോടെ ഒരു കാലത്ത് ഇന്ത്യൻ റീറ്റെയിൽ രംഗത്തെ അതികായനായിരുന്ന ബിഗ് ബസാർ പൂർണ്ണമായും അടച്ചുപൂട്ടലിലേക്ക് എത്തുകയും ലിക്വിഡേഷൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. കിഷോർ ബിയാനിയുടെ നേതൃത്വത്തിലുള്ള ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ അതിവേഗ വളർച്ച, ഉയർന്ന കടബാധ്യത, വാടക ചെലവുകൾ, ഇ-കൊമേഴ്സ് രംഗത്തേക്ക് മാറാനുള്ള കാലതാമസം, COVID-19 മഹാമാരി വരുത്തിയ ആഘാതം, ആമസോണുമായുള്ള നിയമ പോരാട്ടം എന്നിവയെല്ലാം ബിഗ് ബസാറിന്റെ പതനത്തിന് കാരണമായി എന്നാണ് വാർത്താ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിലയൻസുമായുള്ള ഇടപാട് നടക്കാതെ പോയത് ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ തിരിച്ചുവരവിനുള്ള അവസാന സാധ്യതയും ഇല്ലാതാക്കി. അതിവേഗം വളരുമ്പോൾ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിലും മാറുന്ന വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റുന്നതിലും വരുത്തിയ വീഴ്ചകളാണ് ബിഗ് ബസാറിന്റെ പതനത്തിന് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.